RSS സൈദ്ധാന്തികനും പ്രസംഗകനും ചരിത്രകാരനുമായ TG മോഹൻദാസിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പത്രിക എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് പരാതി ഉണ്ടായത്. ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹമായിരുന്നു നിയന്ത്രിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും അധികാരമുണ്ടായിരുന്നു എങ്കിൽ അവിടെയുള്ള ആളുകളെ വെടിവെച്ച് കൊന്നേനെ എന്നുള്ള ഒരു പ്രസ്താവനയും ഒപ്പം വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും അടക്കം അപമാനിക്കുന്ന പ്രസ്താവനയുമാണ് ഇദ്ദേഹം നടത്തിയത് എന്നാണ് TT ജിസ്മോൻ എന്ന ഇടതുപക്ഷ നേതാവ് പരാതി കൊടുത്തത്. കേസെടുത്ത് 11 ദിവസത്തിന് ശേഷമാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊണ്ടുപോയി എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഉടൻ തന്നെ കൊണ്ടുപോകും എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അദ്ദേഹം ചരിത്രകാരനായിരിക്കാം, സൈദ്ധാന്തികനായിരിക്കാം, അദ്ദേഹം RSS പ്രവർത്തകനായിരുന്നിരിക്കാം, എഴുത്തുകാരനായിരുന്നിരിക്കാം, ആരുമാകട്ടെ, ഇത്തരത്തിൽ വായ്വിട്ട ഒരു പ്രസ്താവന അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരു വ്യക്തിയിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇതിനകത്ത് ഒരു കലാപാഹ്വാനത്തിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഉള്ള സാധ്യത നിയമപരമായി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. എന്നാൽ പോലും ആളുകളെ ഞാൻ വെടിവെച്ച് കൊല്ലും, അതാരുമാകട്ടെ, നമുക്ക് നിയമപരമായി നമ്മുടെ ഭരണഘടനാ സംവിധാനം അനുസരിച്ച് ആരെയും ആക്രമിക്കാനും വെടിവെച്ച് കൊല്ലാനും തല്ലാനും ഒന്നും ഉള്ള അവകാശമില്ല, ആർക്കുമില്ല, പോലീസുകാർക്ക് പോലുമില്ല. നിയമപരമായി എന്ത് കാര്യത്തെയും നേരിടാൻ ഉള്ള ഒരു രീതിയാണ് ഈ ജൻസി സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ CJP പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് ഡൽഹിയിൽ നടന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനെ അടിച്ചമർത്തണം, അല്ലെങ്കിൽ ആളുകളെ കൊന്നുകൊണ്ട്, അല്ലെങ്കിൽ ആളുകളെ ഇല്ലാതാക്കിക്കൊണ്ട്, അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊല്ലുന്ന ഒരു കാടൻ രീതി, ഒരു സ്റ്റാലിനിസത്തിൻ്റെ, ഒരു ഹിറ്റ്ലറിൻ്റെ, നാസിസത്തിൻ്റെ ഒക്കെ ഒരു രീതിയായിട്ടാണ് നമ്മൾ പൊതുവെ വിലയിരുത്തുന്നത്. അത് ആര് പറഞ്ഞാലും, ഏത് നേതാവ് പറഞ്ഞാലും, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാവ് പറഞ്ഞാലും, ഏത് സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആൾ പറഞ്ഞാലും അത് ഒരിക്കലും പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല, പ്രയാസമാണ്. ഇദ്ദേഹം ഹൈന്ദവ സംസ്കാരത്തിൻ്റെ സിദ്ധാന്തങ്ങൾ, സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പലപ്പോഴും TG മോഹൻദാസ് പലപ്പോഴും പ്രസംഗിച്ചും അല്ലെങ്കിൽ വീഡിയോയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിരിക്കുന്നത്. സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അഹിംസ എന്ന് പറയുന്നത്, അഹിംസ സിദ്ധാന്തം. തീർച്ചയായിട്ടും സനാതനധർമ്മം എന്തിനേയും ഉൾക്കൊള്ളാനും അതുപോലെ സഹിഷ്ണുതയോടെ എന്തിനേയും സ്വീകരിക്കാനും ക്ഷമിക്കാനും സഹിക്കാനും, ഹിന്ദു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഹിംസയിൽ ദുഃഖിക്കുന്നവൻ എന്നുള്ള ആ ഒരു പദപ്രയോഗം കൊണ്ട് അങ്ങനെ കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. പലപ്പോഴും അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഒരു ചിന്തയുള്ള വ്യക്തി, സൈദ്ധാന്തികമായി അത്തരത്തിൽ ചിന്തിക്കുന്ന വലിയ ചിന്താശേഷിയുള്ള, ചരിത്രപരമായി ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന TG മോഹൻദാസിനെ പോലെ ഒരു വ്യക്തി ഇത്തരത്തിൽ പറഞ്ഞത്, അത് എന്തുകൊണ്ടും, എന്ത് റീസണായാലും അല്ലെങ്കിൽ എന്ത് കോണ്ടെക്സ്റ്റ് ആയാലും, എന്ത് സാഹചര്യമായാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വായ്വിട്ട വാക്കാണ്. എന്നിട്ടും അദ്ദേഹം ഇത് പ്രതിസന്ധിയായി, പ്രശ്നമായി, വലിയ ചർച്ചയായി, സമൂഹമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ വലിയ തോതിലുള്ള വിവാദങ്ങളായി, ആരോപണങ്ങളായി വന്നിട്ടും അദ്ദേഹം ആ വീഡിയോ പിൻവലിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് അതിന് കുറേ വിശദീകരണങ്ങൾ, അതായത് വീഡിയോ മുഴുവൻ കേൾക്കാത്തത് കൊണ്ടാണ്, വീഡിയോ മുഴുവൻ കേട്ടാലും കേട്ടില്ലെങ്കിലും പറഞ്ഞത് ഇത് തന്നെയല്ലേ. അദ്ദേഹം ഒരു ഉപമയോ അല്ലെങ്കിൽ ഒരു ഉൽപ്രേക്ഷയോ അല്ല പറഞ്ഞത്. അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹമായിരുന്നു ആഭ്യന്തരമന്ത്രിയെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് എന്ന ഒരു ഏകാധിപത്യത്തിൻ്റെ, ആളുകളെ കൊന്നുതള്ളുന്ന ആ ഒരു പഴയ ആ ഒരു കാടൻ സംസ്കാരത്തിൻ്റെ ഒരു വക്താവായിട്ട് ഒരു നിമിഷമെങ്കിലും അദ്ദേഹം മാറി എന്നതാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ നിയമങ്ങൾ പ്രകാരം അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. നിയമപരമായി തന്നെ നീങ്ങേണ്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളോടും അദ്ദേഹത്തിൻ്റെ അത്തരം പരാമർശങ്ങളോടും ഒരിക്കലും യോജിക്കാനാകില്ല. അത് തെറ്റ് തന്നെയാണ്. ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അത്തരത്തിൽ പറഞ്ഞത്, ഇനിയിപ്പോൾ ആരായാലും. ഇദ്ദേഹം ഇത്രയും പരിണിതപ്രജ്ഞനായ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഇത്രയും അറിവുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് കേൾവിക്കാരും കാഴ്ചക്കാരും ധാരാളമുണ്ട് എന്നുള്ള സ്ഥിതിയിൽ പോലും അദ്ദേഹം ഇത്തരത്തിൽ പ്രകോപനപരമായി, അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രയോഗം നടത്തിയെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ പരാതി ഉണ്ടായത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ എല്ലാ പ്രസ്ഥാനങ്ങളും അഹിംസയും അതുപോലെ തന്നെ ജനങ്ങളുമായിട്ട്, സാധാരണക്കാരുമായിട്ട് ഒക്കെ തന്നെ ഒരുപാട് ഇടപഴകുന്ന, സാധാരണക്കാർക്ക് സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനങ്ങളാണ് RSSൻ്റെ എല്ലാ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് ഏത് പ്രസ്ഥാനമായാലും
സേവാഭാരതി ആയാലും ശരി, ABVP ആയാലും ശരി, ഇവിടെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കാൻ ചിലപ്പോൾ ബജരംഗദൾ പോലുള്ള സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ടാകാം. അതിനെ അക്രമ സംഭവമായിട്ട് കാണാൻ പറ്റുമോ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. എന്തൊക്കെയായാലും TG മോഹൻദാസ് ഈ ചെയ്തത്, അല്ലെങ്കിൽ ഈ പറഞ്ഞത്, ഈ നടപടികളൊക്കെ ഉണ്ടായത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, അതിനെതിരെ ശക്തമായ ഒരു വികാരം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നത് സത്യമാണ്. മാധ്യമങ്ങൾ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ പോലും അദ്ദേഹം അത്തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ്. അതിന് നിയമത്തിന് മുന്നിൽ അദ്ദേഹം അത് വിശദീകരിക്കേണ്ടതുമാണ്.